ഹരി ഓം. ഏവർക്കും മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കാമല്ലോ അല്ലേ? എന്തുകൊണ്ട് വിശേഷം? എക്സാമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ മാർക്കൊക്കെ കിട്ടും അല്ലേ? എല്ലാവരും നല്ലോണമൊക്കെ എഴുതിയായിരുന്നോ? ഒരുവിധം ഭംഗിയായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ എല്ലാ സബ്ജക്റ്റും? ഇനി ഒന്നുകൂടെ ശ്രമിച്ച് കൂടുതൽ മാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല, മാർക്ക് കിട്ടുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അഥവാ ഉണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ സേഫായിട്ട് വീട്ടിൽ ഇരിക്കണം. വീട്ടിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി അല്ലേ? വീട്ടിൽ ഇരിക്കുമ്പോൾ നല്ല ആഹാരം കഴിക്കുക, വെജിറ്റബിൾസൊക്കെ ഉള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണം, വൈറ്റമിൻസുള്ള ആഹാരമൊക്കെ കഴിക്കണം, വെള്ളം കുടിക്കണം. അതൊക്കെ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ കൊറോണ ഇതുവരെയായിട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും സ്കൂളിലൊക്കെ എത്തണ്ടേ? അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തണ്ടേ? ഇനി യൂണിഫോമൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? പഴയ യൂണിഫോമൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് നമുക്ക് എന്തായാലും ഇപ്പം വരേണ്ടി വന്നാൽ വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സേഫായിട്ട് ആദ്യം തന്നെ ഇരിക്കുക, വെളിയിലൊന്നും ഇറങ്ങാതെ. ഇപ്പോൾ ഓണക്കാലം ഇറങ്ങണമെന്നൊക്കെ തോന്നും അല്ലേ? അങ്ങനെ തോന്നിയാലും കഴിയുന്നത് ഇറങ്ങാതിരിക്കുക. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പോയിട്ട് വരുമ്പോൾ എല്ലാം കൊണ്ട് തരും, ഓണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ കൊണ്ടുതരും. നിങ്ങളവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ കാണുക, പിന്നെ ഓണമായിട്ടുള്ള പരിപാടികളൊക്കെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതേ നടക്കത്തുള്ളൂ. അവിടെ സേഫായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കണം, വെള്ളം കുടിക്കണം, അതൊക്കെ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. അത്യാവശ്യം പോകണം തോന്നുകയാണെങ്കിൽ 2 മാസ്കൊക്കെ വെച്ചുകൊണ്ട് പോവുക. ലഞ്ച് ചെയ്യുമല്ലോ ഈ കാര്യങ്ങളെല്ലാം. അവിടെ ഇപ്പോൾ ഇല്ലേ അദ്വൈതൊക്കെ? എന്ത് ചെയ്യും അദ്വൈത, അർജുൻ, ബിനോയ് എല്ലാവരും ഉണ്ടല്ലോ. ശരി, ബോർഡ് നോക്കിക്കേ. നമ്മുടെ പൂജ്യ സമയം എന്താണ് ചിന്മയാനന്ദജിയുടെ ഒരു സെയിൻസ് ചിത്രമായിട്ടുണ്ട്. എന്താ നോക്കിയാ? മേക്ക് എ സക്സസ് ഔട്ട് ഓഫ് ദ ഫെയിലുവേഴ്സ് ഓഫ് ടുഡേ. മേക്ക് എ സക്സസ് ഔട്ട് ഓഫ് ദ ഫെയിലുവേഴ്സ് ഓഫ് ടുഡേ എന്നാണ് പറഞ്ഞത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോഴും നമുക്ക് ജയം മാത്രമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സക്സസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ നിങ്ങൾ പറയാതെ ഉള്ളത് അല്ലേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് പരാജയങ്ങളും വരാം അല്ലേ? ഇപ്പോൾ നമ്മളൊരു ചെറിയ പരാജയത്തിലാണ് എല്ലാവരും. എന്താണ്? കൊറോണ കാരണം സ്കൂളിലൊന്നും വരാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ഒരു പരാജയമല്ലേ നമ്മുടെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പിന്നെ അതുപോലെ തന്നെ പ്രളയം, അതിന് മുമ്പ് അല്ലേ? ഇതൊക്കെ നമ്മൾക്ക് നേരിട്ട ദുരന്തങ്ങളാണ്. ചെറിയ പരാജയമാണ് അതൊക്കെ അല്ലേ? അപ്പം നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുമായിരുന്നു? അല്ല, പ്രളയം വന്നപ്പോൾ എല്ലാവരും അല്ലേ, കേരളം ഒന്നാകെ ഒന്ന് കൈകോർത്ത് പിടിച്ച് വിഷമമുള്ളവരെയൊക്കെ എന്താക്കി, അവർക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അല്ലേ? അയ്യോ, നമ്മളിനി എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നോ? ഇല്ല അല്ലേ? നമുക്കുണ്ടായ പരാജയത്തെ നമ്മൾ എന്ത് ചെയ്യണം? അതിജീവിക്കാൻ ശ്രമിക്കണം അല്ലേ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. എക്സാമൊക്കെ കഴിഞ്ഞ് പ്രോഗ്രസ് കാർഡൊക്കെ കൊണ്ടുവരും, മാർക്കൊക്കെ കാണാനുള്ള ആകാംക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഇല്ലേ? കാണുമല്ലോ, വിഷ്ണുവിനില്ലേ ആകാംക്ഷ? ഉണ്ട്. അപ്പം വൈഡൂരി ഇങ്ങനെ എല്ലായിടത്തും നോക്കിയപ്പോൾ വൈഡൂരിക്ക് ഒരു സബ്ജക്റ്റിന് വലിയ മാർക്ക് കുറവ്. നല്ല വിഷമം വരും അല്ലേ? തീർച്ചയായിട്ടും വിഷമം വരും. എന്ന് വെച്ച് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ വൈഡൂര്യ? പറ്റത്തില്ല. വൈഡൂര്യ എന്ത് ചെയ്യും? അടുത്ത എക്സാമിന് വേണ്ടി, അടുത്ത എക്സാം ഈ സബ്ജക്റ്റിൻ്റെ എക്സാം വരുമ്പോഴത്തേക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? കൂടുതൽ ശ്രമിക്കും അല്ലേ? കൂടുതൽ സമയം എടുത്ത് പഠിക്കുകയും കൂടുതൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ പരാജയത്തെ എന്തായിരിക്കും? വിജയമാക്കി മാറ്റാനായിട്ട് കഴിയും അല്ലേ? അപ്പം നമ്മൾ തോറ്റു എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ തോൽവി അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഇന്നിൻ്റെ തോൽവി. എന്താണ്? നാളത്തെ പക്ഷേ നമുക്ക് വിജയം ഉണ്ടാക്കാനായിരിക്കും. എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? തോമസ് ആൽവാ എഡിസനെ പറ്റി കേട്ടോ? തോമസ് ആൽവാ എഡിസൺ അല്ലേ? കണ്ടുപിടുത്തങ്ങളുടെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഉള്ള കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോണ്, പിന്നെ നമ്മുടെ ബൾബ്, അങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. പക്ഷെ ഈ കണ്ടുപിടിച്ച സമയത്ത്, അദ്ദേഹം ആദ്യം കണ്ടുപിടിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇത് മുഴുവൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും കാണത്തില്ല. മനസ്സിലായല്ലോ? ബൾബ് കണ്ടുപിടിച്ചപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ചിലപ്പം അല്പം തോൽവിയൊക്കെ സംഭവിച്ചു കാണും ഒരു പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നോ? കണ്ടുപിടിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന അതെല്ലാം കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ തോറ്റോന്നും പറഞ്ഞിരുന്നില്ല. പരാജയം വന്നാലും അദ്ദേഹം ആ പരാജയത്തിൽ നിന്ന് കരകയറാനായിട്ടാണ് ശ്രമിച്ചത് അല്ലേ? അങ്ങനെ വിജയങ്ങൾ കൊയ്തെടുത്തു.
അതുപോലെ നിങ്ങളും മാർക്കൊക്കെ കുറഞ്ഞാലും ഇപ്പോൾ പരീക്ഷ നിങ്ങൾക്ക് പഠനമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ആ പഠനത്തിൽ അല്പം ചില കാര്യങ്ങൾ പുറകോട്ട് പോയാൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. നല്ലോണം പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാർക്ക് കുറഞ്ഞാൽ ആ മാർക്ക് എവിടെയാണ് കുറഞ്ഞതെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, ഹാൻഡ് റൈറ്റിങ്ങിലാണോ അതോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ, അങ്ങനെ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പിന്നെ ഇല്ലാതാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ഒരു സക്സസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ തോറ്റു എന്ന് പറഞ്ഞ് ഇരിക്കരുതെന്നാണ് പറഞ്ഞത്. അത് ചെയ്യൂല എല്ലാവരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ സമയമാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയും. ചിലപ്പോൾ എനിക്ക് ഇന്നടുത്ത് മാർക്ക് കുറഞ്ഞാണ്, ഇന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ല, അല്ലെങ്കിൽ ഇന്ന കണക്ക് ഞാൻ ചെയ്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, കൂടുതൽ ചെയ്യുക നോക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ പരാജയത്തിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. പരാജയം മാറ്റി ആ പരാജയം വിജയമാക്കി മാറ്റാനായിട്ട് കഴിയും. അതിനുവേണ്ടി ശ്രമിക്കും കേട്ടല്ലോ. ശരി, ഇനി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ കാര്യമായിരുന്നു? അതൊന്ന് പറഞ്ഞേ തീരാ. ആരുടെ കാര്യമായിരുന്നു? ആരായിരുന്നു? സിബി ചക്രവർത്തി. എങ്ങനെയുള്ള ആളായിരുന്നു സിബി ചക്രവർത്തി? ആയിരുന്നു ശോഭ. നീതിമാനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, സത്യസന്ധനായിരുന്നു, ത്യാഗശീലനായിരുന്നു അല്ലേ? അങ്ങനെയുള്ള സിബി മഹാരാജാവിൻ്റെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിബി മഹാരാജാവിൻ്റെ അടുത്ത് 2 പേര് വന്നു. ആരൊക്കെയായിരുന്നു? ഗൗരീനന്ദൻ ആരൊക്കെയാണ് വന്നത് അവിടെ? പ്രാവും പരുന്തും. യഥാർത്ഥത്തിൽ പ്രാവും പരുന്തും ആയിരുന്നോ ഹരിത്? അല്ല, പിന്നെന്തായിരുന്നു? പരുന്ത് ആരായിരുന്നു? ഇന്ദ്രദേവനും പ്രാവ് അഗ്നിദേവനുമായിരുന്നു അല്ലേ? അവരെ എന്തിനാ അങ്ങോട്ട് വന്നത്? വേറെ എങ്ങും പോകാതെ അവിടെ തന്നെ വന്നത് എന്തിനാ? സിബി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലാണ് വന്നത്. എന്തിനാ വന്നത്? എന്തിനായിരിക്കും വന്നതെന്ന് പറഞ്ഞാൽ അക്ഷയ് കുമാരൻ സിബി മഹാരാജാവിനെ പരീക്ഷിക്കണമെന്നത്. എന്തിനാ സിബി മഹാരാജാവിനെ പരീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന് എന്നാ പരീക്ഷിക്കുന്നത് അർജുൻ? അദ്ദേഹം നല്ല നീതിമാനും ത്യാഗശീലനും ഒക്കെ ആണെന്ന് അവരറിഞ്ഞു അല്ലേ? ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി വന്നവരാണ്. വേറെ രൂപത്തിലാണ് വന്നതെന്നേ ഉള്ളൂ. പ്രാവിൻ്റെയും പരുന്തിൻ്റെയും രൂപത്തിൽ വന്നു അല്ലേ? അപ്പോൾ ആദ്യം ആരാ വന്നത്? ആദ്യ ശ്രീഹരി ആരായിരുന്നു വന്നത്? പ്രാവ് എവിടെ വന്നിരുന്നു? രാജാവിൻ്റെ മടിയിൽ വന്നിരുന്നു. രാജാവ് അതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു അല്ലേ? തൊട്ടുപുറകെ അടുത്താൾ വന്നു. ആര്? പരുന്ത്. എന്താ പരുന്ത് പറഞ്ഞത്? പരുന്ത് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞേ? അഭയ് പറഞ്ഞ അഭയ് കൃഷ്ണ പറഞ്ഞു. എന്താ പരുന്ത് പറഞ്ഞത്? പ്രാവിൻ്റെ ഭക്ഷണമാണ്, അങ്ങ് വലിയ നീതിമാനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ എൻ്റെ ഭക്ഷണമാണ് അങ്ങ് വിളിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അതിനെ എനിക്ക് വിട്ടു തരണം. ഇപ്പം ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ രാജാവ് എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അതിൽ ഓർമ്മയുണ്ടോ രാജാവ് എന്താ പറഞ്ഞത്? രാജാവ് എന്താ പറഞ്ഞത്? ആത്മരക്ഷ യാചിക്കുന്നവരെ ഒരിക്കലും ഞാൻ കൈവിടുകയില്ല അല്ലേ? അതാണ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആത്മരക്ഷ നമ്മൾ അടയാളപ്പെടുത്തിയതാണ്. ആത്മരക്ഷ യാചിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിച്ചാൽ അത് തെറ്റായിരിക്കും, അത് അധർമ്മമായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മുടെ എന്താണ് പരുന്ത് എന്താ പറഞ്ഞത്? പരുന്ത് എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞു പരുന്ത്? ഓർമ്മയുണ്ടോ പരുന്ത് എന്താ പറഞ്ഞു? എന്ത് പറഞ്ഞു? അവന്തിക പരുന്ത് എന്താ പറഞ്ഞേ? ജന്തുക്കളുടെ ഭക്ഷണമാണ്, ജന്തുക്കൾക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭക്ഷണമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അങ്ങനെ തന്നില്ലേ ഞാൻ ചത്തുപോകും, പിന്നെ എൻ്റെ ഭാര്യ എത്തുപോകും, പിന്നെ ആരെത്തുപോകും? മക്കളും ചത്തുപോകും. അപ്പോൾ ഇത്രയും പേരുടെ മരണത്തിന് ഉത്തരവാദി ആരായിരിക്കും എന്നാണ് പറയുന്നത്? അല്ലൈന രാജാവായിരിക്കും. ശരിയാവുന്ന സിബി രാജാവ് മഹാരാജാവായിരിക്കും. അതല്ലേ അധർമ്മം എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്തു പറഞ്ഞു? എന്തു വന്നാലും ഞാൻ ഈ പ്രാവിനെ വിട്ടു തരുന്ന പ്രശ്നമേ ഇല്ല അല്ലേ? നിനക്ക് വേണേൽ വേറെ എന്ത് വേണേലും തരാമെന്നുണ്ട്. വേറെ ജീവികളുടെ ഭക്ഷണം എന്താ ജീവികളെ തരാം, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ തരാം. പക്ഷെ പരുന്തിന് ഇത് തന്നെ മതി അല്ലേ? പരുന്ത് എന്താ പറഞ്ഞത്? എനിക്ക് ആ പ്രാവിനെ തന്നെ മതി അല്ലേ? ഒരു കാര്യം രാജ്യം വരെ കൊടുക്കാന്ന് പറഞ്ഞില്ലേ നമ്മുടെ രാജാവ്? പറഞ്ഞായിരുന്നു അല്ലേ? അക്ഷയനാഥ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ അതൊന്നും വേണ്ട, പ്രാവിനെ മതി. പക്ഷെ രാജാവ് കൊടുക്കത്തില്ല. അപ്പോൾ പരുന്ത് എന്താ പറഞ്ഞു? രാജാവ് എനിക്കിത് തരത്തില്ലെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, ആ പ്രാവിൻ്റെ അത്ര തൂക്കം മാംസം അല്ലേ? എന്തായാലും പറഞ്ഞേ?
പ്രാവിൻ്റെ അത്ര തൂക്കം മാംസം അങ്ങയുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു തരിക എന്ന് പറഞ്ഞു. കേട്ടവർ അന്തം വിട്ടുപോയി അല്ലേ. എന്താ പറഞ്ഞത്? എന്തായാലും പറഞ്ഞത് യജു കൃഷ്ണ? പ്രാവിൻ്റെ അത്ര മാംസം അങ്ങയുടെ ശരീരത്തിൽ നിന്ന് എനിക്ക് തരണം. ആ പ്രാവിനെ എടുത്തു, ഒരു പ്രശ്നമില്ലെന്നോ. കൊള്ളാം. ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർ വിഷമിച്ചു. പക്ഷെ നമ്മുടെ രാജാവ് വിഷമിച്ചില്ല. രാജാവ് എന്താ പറഞ്ഞത്? സന്തോഷത്തോട് സമ്മതിച്ചു. അത്രേ ഉള്ളൂ. അത് ഞാൻ തരാമെന്ന്. എന്നാലും പ്രാവിനെ ഇട്ട് കൊടുക്കത്തില്ല അല്ലേ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ. അപ്പോഴങ്ങനെയാണെങ്കിൽ എന്താണ് ഭയത്തിൻ്റെ ഒരു വിപരീതം എന്താ പഠിച്ചത്? ഭയത്തിൻ്റെ ഒരു വിപരീത പദം പഠിച്ചായിരുന്നു. എന്തായിരുന്നു അഭിനവേ? നിർഭയം. കറക്റ്റാണ്, നിർഭയം അല്ലേ. ഇനി പ്രാവിന് പകരം വാക്ക് പഠിച്ചാണല്ലോ. ഏതായാലും പ്രാവിന് പകരം പഠിച്ച വാക്ക് ഒരു വാക്ക് പറഞ്ഞേ. പ്രാവിന് പകരം പഠിച്ച വാക്ക് ആരാ പറയുന്നത് നോക്കട്ടെ. ആലോചിക്ക പറഞ്ഞേ. കബോധ. ശരിയാണ്. രാജാവിന് പകരം വാക്ക് എന്താണ് പഠിച്ചത്? രാജാവ് എന്നുള്ളൊരു പകരം പഠിച്ചല്ലോ ഒരു വാക്ക്. അതെന്തായിരുന്നു? ദേവാനന്ദ്. മന്നൻ. മന്നൻ അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയാം അല്ലേ. അപ്പം അത്രയും കാര്യം. അപ്പം അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. രാജാവ് കൊടുത്തോ ഇല്ലെന്നെ, മാംസം കൊടുത്തോന്നൊക്കെ അറിയണ്ടേ. എല്ലാവരും ഇനി അവിടെ ശ്രദ്ധിച്ചിരുന്നേ. എടുത്തോ എല്ലാവരും. ഷിബി ഉടൻ തന്നെ, ആ ഭാഗം നോക്കിക്കേ. ഷിബി ഉടൻ തന്നെ ഒരു ത്രാസ് വെച്ച് രാജാവ് വിളിച്ചു വന്നു. ആരെവിടെ? ഒരു ത്രാസ് കൊണ്ടുവരാൻ. ത്രാസ് കൊണ്ട് അളക്കണ്ടേ. ത്രാസൊക്കെ നമ്മൾ കടയിലൊക്കെ വെച്ചിരിക്കുന്നില്ല. നമ്മൾ സാധനങ്ങൾ 1 കിലോ 2 കിലോ എന്നൊക്കെ പറയുമ്പോൾ അവരളന്ന് തരുന്നൊരു ഉപകരണം, അതാണ് ത്രാസ്. അദ്ദേഹം ആദ്യം പ്രാവിന് ത്രാസിന് 2 തട്ടുണ്ട്. പ്രാവിന് എന്താണ് ത്രാസിന് 2 തട്ടുണ്ട്, അപ്പുറമായിട്ടുണ്ട്. അപ്പോൾ ഒരു തട്ടിൽ പ്രാവിനെ വെച്ചു. പ്രാവിൻ്റെ തൂക്കത്തിലുള്ള മാംസം മറ്റേ തട്ടി വെക്കണമല്ലോ. അദ്ദേഹം കത്തിയൊക്കെ അവിടെ കൊണ്ടുവച്ചു. അപ്പം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. സ്വന്തം ശരീരത്തിൽ നിന്ന് ഇവിടെ ഒരു ഭാഗത്തു നിന്ന് മാംസം അറുത്തെടുത്തു, മുറിച്ചെടുത്തു. രക്തം ഇങ്ങനെ ഒഴുകുകയാണ്, ധാരിധാരിയായി ഒഴുകുന്നുണ്ട്. അതികഠിനമായ വേദനയുമുണ്ട്. അതൊന്നും ശിബി കൂട്ടാക്കിയില്ല. ശിബിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹം മുറിച്ചെടുത്തു, കുറച്ച് മാംസം മുറിച്ചെടുത്തു ശരീരത്തിൽ. എന്നിട്ട് അത് എവിടെ വെച്ചു? മറ്റേ തട്ടയിൽ വെച്ചു. ഒരു തട്ടിൽ ആരുണ്ട്? ഒരു തട്ട പ്രാവിരിപ്പുണ്ട്. ഓർത്താണ് കേട്ടോ, ഒരു തട്ട പ്രാവാണ് ഇരിക്കുന്നത്. എല്ലാം ഒരു തട്ട പ്രാവുണ്ട്. അടുത്ത തട്ടയിൽ എന്ത് വെച്ചു? എന്താ പോലെ മാംസം വെച്ചു. ആരുടെ മാംസം? ശിബി മഹാരാജാവ് മുറിച്ചെടുത്ത മാംസം അങ്ങോട്ട് വെച്ചു. മുറിച്ചെടുത്ത മാംസത്തെ ഒഴിഞ്ഞ തട്ടി വെച്ചു. പക്ഷെ മാംസം മുറിച്ചെടുത്തത് കൊണ്ട് മാത്രമായില്ല, അതിന് പ്രാവിൻ്റെ തൂക്കം തന്നെ ആയിരിക്കണമല്ലോ. ഒട്ടും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അല്ലേ. പണ്ട് പറഞ്ഞിരുന്നത് എന്താണ്? പ്രാവിൻ്റെ അത്ര തൂക്കം മാംസം ആലോചിച്ചിരുന്നു. അപ്പം മാറ്റം വരാൻ പറ്റുമോ? ഇല്ല. ശിബി ത്രാസിൻ്റെ തട്ടുകൾ നോക്കി. അപ്പോൾ പ്രാവിൻ്റെ തട്ടിങ്ങനെ താങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇത് മുങ്ങി നിൽക്കുന്നു. ഒരു തട്ട്. പ്രാവിരുന്ന തട്ടിങ്ങനെ താങ്ങും, മാംസം ഇരുന്ന തട്ട് മുങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വീണ്ടും വെക്കണ്ടേ. നമ്മളിപ്പോൾ 1 കിലോ അരി അല്ലെങ്കിൽ 2 കിലോ അരി ചോദിക്കുമ്പോൾ അവർ ത്രാസ് കട്ട വെക്കുന്ന കണക്കില്ലേ. കട്ടി അത് വെക്കുന്ന കണ്ടില്ലേ. ആദ്യം അവരങ്ങ് നോക്കും അല്ലേ. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും അല്പം കൂടെ എടുത്ത് വെക്കും, അരി വെക്കും അല്ലേ. അങ്ങനെ നമുക്ക് ഒരേപോലെ ആകുമ്പോഴല്ലേ നമുക്ക് ആളെന്ന് തരുന്നവർ. അതേപോലെ മാംസം വെച്ച ഭാഗം ഇങ്ങനെ പക്ഷേ പൊങ്ങിയിരിക്കും. മാംസം എല്ലാം വെച്ചു, പക്ഷെ പൊങ്ങിയിരിക്കും. ആ ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കും. മറ്റേ പ്രാവിരുന്ന ഭാഗം താന്നിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഒരേ ലെവലിൽ ബാലൻസ് ആയിട്ട് വേണം അല്ലേ. ഒരേ ലെവലിൽ വരണ്ടേ. വരണം. അങ്ങനെ വന്നാലല്ലേ പറ്റത്തുള്ളൂ ശ്രേയ. അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത്? ശിബി ത്രാസിൻ്റെ തട്ടുകൾ നോക്കിയപ്പോൾ പ്രാവിരിക്കുന്ന തട്ടൽപ്പം താഴ്ന്നു. എന്താണ് അതിനർത്ഥം? എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്തായിരിക്കും അത് ശോഭ? മാംസം കുറച്ചുകൂടെ അവിടെ വെക്കണം എന്നാണ് മനസ്സിലായത് അല്ലേ. ഇനി എന്താ നോക്കിയേ. രാജാവ് വീണ്ടും കുറച്ച് മാംസം കൂടെ മുറിച്ചെടുത്തു. അതിൻ്റെ ബാക്കി സ്വശരീരത്തിൽ നിന്ന് വേർപെടുത്തി ആ മാംസം കൂടി വെച്ചു. എന്നിട്ടും പ്രാവിരിക്കുന്ന തട്ട് താന്നു തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കുറെ മാംസം കൂടെ വെട്ടിയെടുത്തു. ഒന്നൊന്നായി പല തവണ ശിബി മാംസം വെട്ടിയെടുത്തു. പിന്നീട് ആ മാംസം തട്ടിലാക്കി. എന്നിട്ടും തൂക്കം ശരിയാവുന്നില്ല. എത്ര പ്രാവശ്യമായി അല്ലേ.
പ്രാവിൻ്റെ അത്ര തൂക്കം മാംസം തനിക്ക് വേണമെന്നാണ് പരിന്ത് ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി രാജാവ് ത്രാസൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ത്രാസൊക്കെ കൊണ്ടുവന്നു. പ്രാവിനെ എടുത്ത് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞത്, മറ്റേ മാംസം, സ്വന്തം ശരീരത്തിന് മാംസം മുറിച്ചെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ മാംസം മുറിച്ചെടുത്ത ഭാഗം ആ ഭാഗത്തെ ത്രാസ് ഇങ്ങനെ താഴ്ന്ന് പൊങ്ങിയിരിക്കുന്നത്. പ്രാവിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യുന്നു, താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലല്ലോ വേണ്ടത്, ഒരേപോലെ വേണ്ടേ? അതിനു വേണ്ടി വീണ്ടും മാംസം വെച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. എന്തൊരു കാര്യമല്ലേ, കഷ്ടം അല്ലേ? അങ്ങനല്ലേ നിരുപമ തോന്നുന്നു നമുക്ക്. അങ്ങനെ നമുക്ക് വളരെ കഷ്ടം തോന്നുന്നു. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എന്താ ചെയ്തത്, ഒന്നൊന്നായി പലതവണ മാംസം വെട്ടിയെടുത്തു. പിന്നീട് ആ മാംസം തട്ടിലാക്കി. എന്നിട്ടും തൂക്കം ശരിയാവുകയില്ല. എന്തിനു പറയുന്നു, ഒടുവിൽ മുറിച്ചെടുക്കാൻ മാംസമേ രാജാവിൻ്റെ ശരീരത്തിൽ നിന്നില്ലാതായി. എന്തൊരു കഷ്ടമാണല്ലേ, വളരെ കഷ്ടമല്ലേ അനശ്വര? എന്തിനു പറയുന്നു, ഒടുവിൽ മുറിച്ചെടുക്കാൻ മാംസമേ രാജാവിൻ്റെ ശരീരത്തിലില്ല. നമ്മുടെ പാവം രാജാവ് അല്ലേ, എന്തൊരു കഷ്ടമാണ്, ശരീരത്തിൽ ഇനി മാംസമില്ല, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ആ തട്ട് താഴ്ന്നായിരിക്കുന്ന പ്രാവിരിക്കുന്ന സ്ഥലം താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. പ്രാവിരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്നു. ഇതിങ്ങനെ മുകളിൽ തന്നെ. ഇപ്പം എന്തുമാത്രം മാംസം വെച്ചു കാണും. എന്നിട്ടും പ്രാവിരിക്കുന്ന തട്ട താഴ്ന്നിരിക്കുന്നു. എന്താണോ കാര്യം അല്ലേ? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വളരെ കഷ്ടമല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാ, പരുന്ത് വന്ന് രാജാവിനോട് എന്ത് ചോദിച്ചു? പ്രാവിനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. പ്രാവിനെ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരു രക്ഷയില്ല. പ്രാവിനെ ആരും വിട്ടുകൊടുക്കത്തില്ല, രാജാവ് വിട്ടുകൊടുക്കത്തില്ല. രാജാവ് ഒന്ന് വേണേൽ എൻ്റെ രാജ്യം കൊടുത്തരാമെന്ന് അല്ലേ? അപ്പോൾ രാജ്യം തരാമെന്ന് പറഞ്ഞപ്പോൾ രാജ്യമൊന്നും പ്രാവിന് വേണ്ട. പിന്നെന്താ രാജാവിന് വേണ്ടത്? എന്തായാലും രാജാവിന് വേണ്ടത് സൂര്യജെ, രാജാവിനല്ലല്ലോ, പരുന്തിന് എന്തായിരുന്നു വേണ്ടത്? എന്തായിരുന്നു പരുന്തിന് വേണ്ടത്? എന്തായിരുന്നു? പ്രാവിൻ്റെ അത്ര തൂക്കം മാംസം വേണം അല്ലേ? പ്രാവിനെ തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രാവിൻ്റെ അത്ര തൂക്കം മാംസം വേണമെന്ന് പറഞ്ഞു. രാജ്യമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിന് പകരം പ്രാവിൻ്റെ അത്ര തൂക്കം മാംസം തരാൻ പറഞ്ഞു. രാജാവ് സമ്മതിച്ചു അല്ലേ? അങ്ങനല്ലേ നമ്മൾ പഠിച്ച? രാജാവ് ത്രാസൊക്കെ കൊണ്ടുവരാൻ അവരോട് പറഞ്ഞു. അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു. രാജാവ് അവർ കൊണ്ടുവന്നു. ത്രാസും കത്തിയൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് രാജാവ് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് മാംസം എടുത്ത് മുറിച്ച് തട്ടി വെച്ചു. ഒരു തട്ടിൽ ആരെ വെച്ചു? പ്രാവിനെയും വെച്ചു. അങ്ങനല്ലേ പഠിച്ചത്? ദേവാനന്ദജിയില്ലേ അവിടെ? ഒരു തട്ടിൽ പ്രാവിനെ വെച്ചു, ഒരു തട്ടിൽ മാംസം വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? മാംസം ഇരിക്കുന്ന തട്ട് പൊങ്ങിയിരിക്കുകയാണ് അല്ലേ? പ്രാവിരിക്കുന്ന തട്ട് താഴ്ന്നു ഇരിക്കുന്നു. ഇത് രണ്ടിങ്ങനെ ഒരുപോലെ വരേണ്ടതാണ്. വീണ്ടും മാംസം വെച്ചു. വീണ്ടും വാർത്തെടുത്ത് മാംസം വെച്ച് രക്തം ഒഴുകുകയാണ് ശരീരത്തിൽ നിന്ന്. ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ട്. ആളുകളും മന്ത്രിയൊക്കെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ രാജാവിന് ഒരു വിഷമമൊന്നുമില്ല. രാജാവ് വീണ്ടും മാംസം മുറിച്ചെടുത്ത് തട്ടി വെച്ചു. അപ്പോഴും പ്രാവിൻ്റെ തട്ട് താഴ്ന്നിരിക്കുകയാണ്. വീണ്ടും കുറേ വെച്ചു. എന്നിട്ടൊന്നും പറ്റുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ രാജാവിൻ്റെ ശരീരത്തിൽ മാംസം ഇല്ലാതായി. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. മാംസം ഇല്ലാതായിട്ട് ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരാളെ എന്തുമാത്രം ദ്രോഹിച്ചിരിക്കുകയായിപ്പോഴല്ലേ രാജാവ്. പക്ഷെ രാജാവിന് വിഷമമൊന്നുമില്ല കേട്ടോ. രാജാവ് വളരെ ത്യാഗശീലനല്ലേ? രാജാവിന് ത്യാഗശീലം പരീക്ഷിക്കാനാണല്ലോ അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പം ഇനി എന്താ ഈ കാര്യം നമുക്ക് പിന്നീട് അറിയാം, എന്ത് സംഭവമൊക്കെ ഉണ്ടായെന്നുള്ളത്. അപ്പോൾ ആ ത്യാഗശീലനായ രാജാവിൻ്റെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശിബി മഹാരാജാവിൻ്റെ. നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും കൊടുക്കുന്നത് നല്ലതാണ് അല്ലേ? എന്തെങ്കിലും നല്ല മനസ്സോട് കൊടുക്കണം. അല്ലാതെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കരുത്. നല്ല മനസ്സോട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നവർക്ക് അത് നല്ല മനസ്സോട് കൊടുക്കണമെന്നില്ല. നിറഞ്ഞ മനസ്സോട് കൊടുത്താൽ മാത്രമേ അതിന് ദാനം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇവിടെ ശിബി മഹാരാജൻ എന്ത് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം ദീപിൻ്റെ മാംസം മുറിച്ച് കൊടുത്തു. എന്താ ശരീരത്തിലെ മാംസമാണെന്ന് ആലോചിക്കണം. അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ബോർഡിലൊന്ന് ശ്രദ്ധിച്ച് എന്തൊക്കെ ഉണ്ടെന്ന്. ഇനി നമുക്ക് കുറച്ച് പിരിച്ചെഴുതാനാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, വെട്ടി എടുത്തു എന്നുള്ള പദം എങ്ങനെ പിരിച്ചെഴുതാൻ നോക്കിക്കേ. വെട്ടി അധികം എടുത്തു.
നോക്കിക്കേ, പിരിച്ചു എഴുതിയപ്പോൾ എ ആണോ എഴുതിയത്? അല്ല. അവിടെ ശ്രദ്ധിച്ചോണം, എ നല്ല എഴുതിയത്. എന്താ എഴുതിയത്? സ്വരാക്ഷരമായ എ ആണ്. വെട്ടി എന്നുള്ള ആ പദം അവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ എടുത്തു എന്നല്ല നമ്മൾ എഴുതിയത്. എന്താ എഴുതിയത്? എടുത്തു. എ എന്നാണ് എഴുതിയത്. സ്വരാക്ഷരമായ എ ആണ് എഴുതിയത്. ഇവിടെ എ ആണ്, ഇവിടെ യാണ് അല്ലേ? അതുമാതിരി ഇവിടെ എന്താ എഴുതിയത്? പിരിച്ചെഴുതിയപ്പം എടുത്തു. വെട്ടി എടുത്തു ആണ് ചേർത്ത് പറയുമ്പോൾ വെട്ടി എടുത്തു എന്നാണ്. അതേസമയം ഇങ്ങനെ എഴുതരുത്. ഇത് ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. വെട്ടി അധികം ഇങ്ങനെ എഴുതിയത് തെറ്റാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും എഴുതരുത്. വെട്ടി അധികം എടുത്തു എന്നുള്ള സ്വരാക്ഷരമാണ് അവിടെ എഴുതുന്നത്. ചേർത്തെഴുതുമ്പോൾ എ എഴുതും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്ന് വരുന്നത്. ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. ഇപ്പോഴാ നിയമങ്ങൾ ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു വിഷമം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ എ ആണ്. പിരിച്ചെഴുതുമ്പോൾ ഇവിടെ എ സ്വരാക്ഷരമായ എ ആണ്. ചേർത്തെഴുതുമ്പോൾ എന്തായി മാറി? എ എന്നായി മാറി. കണ്ടോ? ഇനി കഴിവില്ല പദം പിരിച്ചു. കഴിവ് അധികം ഇല്ല. ഇവിടെ എന്താ മാറിയെന്നറിയാമോ? അതെ, ഈ ചന്ദ്രക്കല മാറി. ഈ വായു ഈയും കൂടെ ചേർന്ന് എന്തായിട്ട് മാറി? ഈ വി എന്നായിട്ട് മാറി. വായു ഈയും കൂടെ ചേർന്ന് എന്തായിട്ട് മാറി? ഈ എന്നായിട്ട് മാറി. വി എന്നായിട്ട് മാറി. ഇവിടുത്തെ ഇത് മാറി. ചന്ദ്രകല നമ്മൾ ഇടുന്നുണ്ടോ? ഇവിടെ ഇടുന്നില്ല. അതിന് വരെ എന്തായിട്ട് എഴുതി? ഇവിടെ വായുണ്ട്, ഇവിടെ ഈ ഉണ്ട്. രണ്ടും കൂടെ എന്തായിട്ട് മാറി? വി എന്നായിട്ട് മാറി. കഴിവില്ല. അതൊന്നും ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ മാലിയുടെ കൃതികൾ, മാലി ഭാഗവതം, മാലി രാമായണം, നമ്മൾ ഒത്തിരി എണ്ണം പഠിച്ചു. മാലി രാമായണം, മാലി ഭാഗവതം, മാലി ഭാരതം, പുരാണ കഥാമാലിക, സർക്കസ്, ഇങ്ങനെ കുറേ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ബാലസാഹിത്യകാരനായിട്ടാണ് കൂടുതൽ അറിയപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത്, ശിബി മഹാരാജാവിന് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി, നമസ്കാരം. എല്ലാവരും നോട്ടൊക്കെ കൃത്യമായിട്ട് അയച്ചു തരണം. ടെസ്റ്റ് ഇരുന്ന് വായിക്കണം. പ്രാവശ്യം ഞാൻ വായിപ്പിച്ചിരിക്കും കേട്ടല്ലോ. ശരി. നന്ദി, നമസ്കാരം.